താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിക്ക് മുന്നിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധം നടന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയാണ്. ഇങ്ങനെ മരണം പിന്നീടാണ് അത് ഇങ്ങനെ ഒരു വിഷയമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധിക്കാനുള്ള ഒരു കാരണം? യൂഷ്വലി തീർച്ചയായിട്ടും ഈ താമരശ്ശേരി പ്രദേശത്ത് ആരോഗ്യ വിഭാഗം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിഷേധത്തിന്റെ പിന്നിൽ അത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെയാണ്. ഈ നാലാം ക്ലാസ്സുകാരി ആയിട്ടുള്ള ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പനി വന്ന സമയത്ത് ഇവരാദ്യം എത്തിക്കുന്നത് ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു. അവിടെ രാവിലെയാണ് എത്തിക്കുന്നത്. പക്ഷേ വൈകിട്ടൊരു 3 മണിയാവുന്ന സമയത്താണ് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഈ പറയുന്നത്. ഇന്നലെ ഈ കുടുംബം ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ അവർക്കതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സൂപ്രണ്ടിന്റെ മുറിക്ക് മുൻപിൽ വാഴ നട്ട് പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കേണ്ടതാണ്. അത് ആരോഗ്യ വിഭാഗം അന്വേഷിക്കേണ്ടതുമാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ എത്തിച്ചൊരു ആശുപത്രി എന്ന നിലയ്ക്ക് മണിക്കൂറുകളോളം ആ കുട്ടിയെ അവിടെ കിടത്തേണ്ടി വന്നു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് 3 മണിക്ക് ശേഷമാണ് എത്തിക്കുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും കുട്ടി മരണപ്പെടുകയും ചെയ്തു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെയാണ് ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം താലൂക്ക് ആശുപത്രിക്കെതിരെ ഉയരുന്നത്. ഇന്നലെ ഈ കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞത് വളരെ പരുഷമായ നിലയിലാണ് ആശുപത്രി ജീവനക്കാരൊക്കെ പെരുമാറിയത് എന്നുകൂടി ഒരു പരാതിയും അവർ ഇന്നലെ ഉന്നയിച്ചതാണ്.